ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ HSAയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ HSAയുടെ ജനറൽ പാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയത് 1857 റിവോൾട്ടിനെ കുറിച്ചാണ് നോക്കിയത്. അതിൻ്റെ ഏകദേശം ഐഡിയാസൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കണ്ടൻറ്റാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ HSA എല്ലാ സബ്ജക്റ്റിനും ജനറൽ പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന കണ്ടൻറ്റ് ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. 1857 റിവോൾട്ടിനെ കുറിച്ച് ഒത്തിരി തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മുടെ റിവോൾട്ട് ഓഫ് 1857 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സെപ്പോയി മ്യൂട്ടിനി, അല്ലെ, ഷിബായി ലഹള എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു റിവോൾട്ടിൻ്റെ 1857 റിവോൾട്ടിലെ ആദ്യത്തെ രക്തസാക്ഷി അല്ലെങ്കിൽ ഫസ്റ്റ് മാർട്ടയർ ഓഫ് ദ റിവോൾട്ട് ആരാണെന്ന് ചോദിച്ചാൽ അത് മംഗൾ പാണ്ഡെയാണ്. അപ്പോൾ മംഗൾ പാണ്ഡെ ആരാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അല്ലേ. ഒരു സൈനികരാണ് മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ഈ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ മംഗൾ പാണ്ഡെ വാസ് ദ ഫസ്റ്റ് മാർട്ടയർ ഓഫ് ദ റിവോൾട്ട്. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഹു വാസ് ദ ഫസ്റ്റ് വിമൺ മാർട്ടയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരെന്ന് ചോദിക്കാം. അത് പ്രീതിലത വഡേക്കർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കണം, ആദ്യത്തെ രക്തസാക്ഷി ആര് എന്നല്ല ചോദ്യം. മംഗൾ പാണ്ഡെ എവിടത്തെ രക്തസാക്ഷിയായിരുന്നു? 1857 റിവോൾട്ടിലെ രക്തസാക്ഷി ആര്, അല്ലെങ്കിൽ ആദ്യ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചാൽ അത് മംഗൾ പാണ്ഡെയാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചാൽ അത് പ്രീതിലത വഡേക്കർ ആണ്. എന്നാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചാൽ അത് ഖുദിറാം ബോസ് ആണ്. ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതേ തുടർന്ന് മംഗൾ പാണ്ഡെ തൂക്കിലേറ്റുന്നത് 1857 ഏപ്രിൽ 8-നാണ്. മംഗൾ പാണ്ഡെ വാസ് എക്സിക്യൂട്ടഡ് ഓൺ 1857 ഏപ്രിൽ 8. ഈ ഒരു സമയത്ത്, ഈ ഒരു ഷിബായി ലഹള നടക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. അത് നമ്മുടെ കാനിങ് പ്രഭു ആയിരുന്നു, ലോർഡ് കാനിങ് ആയിരുന്നു നമ്മുടെ 1857 റിവോൾട്ട് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ഇനി ദ റിവോൾട്ട് ലീഡർ ഹു കണ്ടക്റ്റഡ് ഗൊറില്ല വാർ അഗൻസ്റ്റ് ബ്രിട്ടീഷ്. ഈ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഗൊറില്ല യുദ്ധമുറ പ്രയോഗിച്ച ലീഡർ ആരാന്ന് ചോദിക്കാം. അത് താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പി. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? രാമചന്ദ്ര പാണ്ഡുരംഗ്. ദെൻ ഹു ഡിഫീറ്റഡ് താന്തിയ തോപ്പി. താന്തിയ തോപ്പി ആരാണ് പരാജയപ്പെടുത്തുന്നത്? ജനറൽ നേപ്പിയർ ആണ് കേട്ടോ. ജനറൽ നേപ്പിയർ ആണ് നമ്മുടെ താന്തിയ തോപ്പിയെ കീഴടക്കുന്നത്. ഇനി ഈ ഒരു കലാപത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ച വ്യക്തിയാണ് നാനാ സാഹിബ് എന്ന് പറയുന്നത്. നാനാ സാഹിബ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ദോന്തു പന്ത്. എന്താണ്? ദോന്തു പന്ത് എന്നായിരുന്നു നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര്. ഇനി നമുക്ക് റാണി ഓഫ് ഝാൻസി റാണിയെ കുറിച്ച് നോക്കാം. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മണികർണിക എന്നാണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്താണ്? മണികർണിക. ഇനി ഝാൻസി റാണിയെക്കുറിച്ച് എ ബ്രൈറ്റ് സ്പോട്ട് എഗൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷിലും ചോദിച്ചിട്ടുണ്ട്, മലയാളം മീഡിയം ക്വസ്റ്റ്യൻസിനും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? മലയാളത്തിലാണെങ്കിൽ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് അത് വരുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ എ ബ്രൈറ്റ് സ്പോട്ട് അഗൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. ഇതിപ്പോൾ ഝാൻസി റാണിയെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെ പറഞ്ഞത് നെഹ്റു ആണ്. ഇനി നമ്മുടെ ഝാൻസി റാണിയുടെ ജന്മദിനം എന്ന് പറയുന്നത് നവംബർ 19 ഈ നവംബർ 19 ജന്മദിനമായി വരുന്ന നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ലീഡറാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെയും ഝാൻസി റാണിയുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്, നവംബർ 19. ദെൻ ഹു സപ്രസ്ഡ് ദ റിവോൾട്ട് അറ്റ് ഝാൻസി ആൻഡ് റീക്യാപ്ചേർഡ് ഗോളിയോർ. അപ്പോൾ ഈ ഝാൻസിയിലെ റിവോൾട്ട് എന്ത് ചെയ്യുന്നു? അടിച്ചമർത്തപ്പെടുകയും ഗോളിയോർ പിടിച്ചടക്കുകയും ചെയ്ത വ്യക്തിയാണ് ഹ്യൂഗ് റോസ്. ആരാണ്?
ഹ്യൂഗ് റോസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഝാൻസിയിൽ നമ്മുടെ റാണി ലക്ഷ്മിബായി മുന്നോട്ട് നയിച്ച വിപ്ലവം അടിച്ചമർത്തുകയും ഗോളിയോർ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചടക്കുകയും ചെയ്തത് ഹ്യൂഗ് റോസ് ആണ്. മോസ്റ്റ് നമ്പർ ഓഫ് സൈറ്റ്സ് ഓഫ് 1857 റിവോൾട്ട് വെയർ ലൊക്കേറ്റഡ് ഇൻ, അല്ലെ നമ്മുടെ 1857 റിവോൾട്ടിന്റെ ഏറ്റവും കൂടുതൽ നടന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് 1857 റിവോൾട്ട് കൂടുതലായിട്ടും നടന്നത്. വിച്ച് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പ്രസന്റഡ് ദ ആക്ട് ഓഫ് 1858 ഇൻ ബ്രിട്ടീഷ് പാർലമെന്റ്, അല്ലെ നമ്മുടെ 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ആരാണ് അവതരിപ്പിക്കുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് പാൽമേഴ്സൺ ആയിരുന്നു. ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ലോർഡ് പാൽമേഴ്സൺ. അദ്ദേഹമായിരുന്നു 1858 ആക്ട് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഹിസ്റ്റോറിയൻസ് ആൻഡ് ദെയർ വ്യൂസ് അബൌട്ട് 1857 റിവോൾട്ട്. 1857 വിപ്ലവത്തെക്കുറിച്ച് പല ചരിത്രകാരന്മാരും വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. 1857 റിവോൾട്ടിനെ പല ചരിത്രകാരന്മാരും വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് വി.ഡി. സവർക്കർ 1857 റിവോൾട്ടിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. എന്താണ്? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതുപോലെ എ പ്ലാൻഡ് വാർ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നോ എ പ്ലാൻഡ് വാർ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് എന്നോ ചോദിച്ചാൽ അത് വി.ഡി. സവർക്കർ ആണ് പറഞ്ഞത് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതുപോലെ എ പ്ലാൻഡ് വാർ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത് ആരാണ്? വി.ഡി. സവർക്കർ ആണ്, അല്ലെ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത് ആരാണ്? വി.ഡി. സവർക്കർ ആണ്. ഇനി അടുത്തത് ആർ.സി. മജുംദാർ. ആർ.സി. മജുംദാർ എന്താണ് പറഞ്ഞത്? നെയ്തർ നാഷണൽ നോർ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെ. ഇത് ദേശീയ തലത്തിലുള്ളതുമല്ല, അതുപോലെ തന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസുമല്ല, ഒന്നാം സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് ആരാണ്? ആർ.സി. മജുംദാർ ആണ് അങ്ങനെ പറഞ്ഞത്. നെയ്തർ നാഷണൽ നോർ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെ. ദേശീയ തലത്തിലുള്ളതുമല്ല, അതുപോലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് ആർ.സി. മജുംദാർ ആണ്. ഇനി അടുത്തത് നോക്കാം. ഈ പറയുന്ന മൂന്ന് പേര് നമ്മുടെ 1857 റിവോൾട്ടിനെ സെപ്പോയിസ് മ്യൂട്ടിനി, ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഈ മൂന്ന് പേര് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇത് പറയാത്തത് ആരെന്ന് ചോദിച്ച് നാലാമതൊരു ഓപ്ഷൻ തരാം, അല്ലെങ്കിൽ ഇത് പറഞ്ഞത് ആരെന്ന് ചോദിച്ചിട്ട് ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഓപ്ഷനിൽ തന്നേക്കാം. അപ്പോൾ അത് ആരാണോ ഓപ്ഷനിൽ തന്നേക്കുന്നത് അയാളെ ചൂസ് ചെയ്യുക. ഈ പറയുന്ന മൂന്ന് പേരിൽ രണ്ടുപേരൊക്കെ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആവും കേട്ടോ. ഇപ്പോൾ സെപ്പോയിസ് മ്യൂട്ടിനി എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? സർ ജോൺ ലോറൻസ്, സീലി, വിൻസെന്റ് സ്മിത്ത്. ആരൊക്കെയാണ് പറഞ്ഞത്? സർ ജോൺ ലോറൻസ്, സീലി, വിൻസെന്റ് സ്മിത്ത് ആണ് സെപ്പോയ് മ്യൂട്ടിനി അഥവാ ഷിപ്പായി ലഹള എന്ന് പറഞ്ഞത്. ഇനി എ നാഷണൽ റൈസിംഗ് എന്നോ നാഷണൽ അപ്രൈസിംഗ് എന്നോ തരാം. അത് ബെഞ്ചമിൻ ഡിസ്രേലി ആണ് അങ്ങനെ പറഞ്ഞത്. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ അല്ലെങ്കിൽ 1857 റിവോൾട്ടിനെ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ എന്താണ്? നാഷണൽ റൈസിംഗ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. നാഷണൽ റൈസിംഗ് എന്നോ നാഷണൽ അപ്രൈസിംഗ് എന്നോ ചോദിക്കാം. അത് ബെഞ്ചമിൻ ഡിസ്രേലി ആണ് അപ്രകാരം പറഞ്ഞത്. ദെൻ വാർ ബിറ്റ്വീൻ ബാർബറിസം ആൻഡ് സിവിലൈസേഷൻ. ബാർബറിസവും സിവിലൈസേഷനും തമ്മിലുള്ള യുദ്ധമാണ് ഈ 1857 റിവോൾട്ട് എന്ന് പറഞ്ഞത് ടി.ആർ. ഹോംസ് ആണ്, അല്ലെ. ടി.ആർ. ഹോംസ് ആണ് 1857 റിവോൾട്ടിനെ വാർ ബിറ്റ്വീൻ ബാർബറിസം ആൻഡ് സിവിലൈസേഷൻ എന്ന് വിശേഷിപ്പിച്ചത് ടി.ആർ. ഹോംസ് ആണ്. ഇനി ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് എം.എൻ. റോയ് ആണ്. എം.എൻ. റോയ് അദ്ദേഹത്തിൻ്റെ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന ബുക്കിലാണ് 1857 റിവോൾട്ടിനെ എം.എൻ. റോയ് ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ അവിടെ 3 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് എം.എൻ. റോയ് ആണ്. ഏത് ബുക്കിലാണെന്ന് ചോദിച്ചാൽ അത് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന ബുക്കിലാണ്. ഇനി പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന ബുക്കിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് എം.എൻ. റോയ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ബിഗാൻ ആസ് എ ഫൈറ്റ് ഫോർ റിലീജിയൻ എൻഡഡ് വിത്ത് എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത് എസ്.എൻ. സെൻ ആണ്, അല്ലെ. തുടങ്ങിയത് മതപരമായിട്ടുള്ള ഒരു ഫൈറ്റായിട്ടും അവസാനിക്കുന്നത് ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധവുമായിട്ടാണ് എന്ന് പറഞ്ഞത് ആരാണ്? എസ്.എൻ. സെൻ ആണ് അപ്രകാരം പറഞ്ഞത്. ബിഗാൻ ആസ് എ ഫൈറ്റ് ഫോർ റിലീജിയൻ എൻഡഡ് വിത്ത് എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. എന്താണ്?
ബിഗൻ ആസ് എ ഫൈറ്റ് ഫോർ റിലീജിയൻ എൻറ്റർഡ് വിത്ത് എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത് SN സെൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, ഓർത്ത് തന്നെ വെക്കുക. ദെൻ ബുക്സ് ഓൺ റിവോൾട്ട് ഓഫ് 1857. നമ്മുടെ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ബുക്കുകളും അതിൻ്റെ രചയിതാക്കളുമാണ് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബുക്സ് ഓൺ റിവോൾട്ട് ഓഫ് 1857. കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് ആരെഴുതിയതാണ്? കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ ബുക്കാണ് കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1857 റിവോൾട്ടാണ്. ദ സെബോയി മ്യൂട്ടിനി ആൻഡ് ദ റിബലിയൻ ഓഫ് 1857 എന്ന ബുക്ക് എഴുതിയത് RC മജുംദാർ. ദ സെബോയി മ്യൂട്ടിനി ആൻഡ് ദ റിബലിയൻ ഓഫ് 1857 എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? RC മജുംദാർ. ഇന്ത്യൻ മ്യൂട്ടിനി GB മലേസൻ ആണ് ഇന്ത്യൻ മ്യൂട്ടിനി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. ദ ഗ്രേറ്റ് റിബലിയൻ അശോക് മേത്ത. ദ ഗ്രേറ്റ് റിബലിയൻ ആരാണ് എഴുതിയത്? അശോക് മേത്ത. ഓക്കെ, ഒരിക്കൽ കൂടെ. കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ദ സെബോയി മ്യൂട്ടിനി ആൻഡ് ദ റിബലിയൻ ഓഫ് 1857 ബൈ RC മജുംദാർ. ഇന്ത്യൻ മ്യൂട്ടിനി ബൈ GB മലേസൻ. ദ ഗ്രേറ്റ് റിബലിയൻ ബൈ അശോക് മേത്ത. ഇനി അടുത്തത് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? VD സവർക്കർ ആണ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. 1857 എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് SN സെൻ ആണ് കേട്ടോ. SN സെൻ ആണ് 1857 എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. SN സെൻ ആണ്. സിവിൽ റെബലിയൻസ് ഇൻ ദ ഇന്ത്യൻ മ്യൂട്ടിനീസ് ആരുടെ ബുക്കാണ്? സിവിൽ റെബലിയൻസ് ഇൻ ദ ഇന്ത്യൻ മ്യൂട്ടിനീസ് SB ചൗധരി. സിവിൽ റെബലിയൻസ് ഇൻ ദ ഇന്ത്യൻ മ്യൂട്ടിനീസ് SB ചൗധരിയുടെ ബുക്കാണ്. ഒരിക്കൽ കൂടെ. The Indian War of Independence by VD Savarkar, 1857 by SN Sen, Civil Rebellions in the Indian Mutinies SB ചൗധരി. ചിലപ്പോൾ വേർഡ്സിൽ തന്നെ 1857 തരാം, അല്ലെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ തിരിയരുത്, രണ്ടും ഒരാൾ തന്നെയാണ്. SN Sen തന്നെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ലോർഡ് കാനിങ് read out the Queen's Proclamation on 1858 November 1st at Allahabad. അല്ലേ, നമ്മുടെ ലോർഡ് കാനിങ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വായിക്കുന്നത് എന്നാണ്? 1858 നവംബർ 1-നാണ്. 1858 നവംബർ 1 അലഹബാദിൽ വെച്ചിട്ടാണ്. ഇനി ഈ ക്യൂൻസ് പ്രൊക്ലമേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? മാഗ്ന കാർട്ട ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. മാഗ്ന കാർട്ട ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ക്യൂൻസ് പ്രൊക്ലമേഷൻ തന്നെയാണ് അല്ലെ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്യൂൻസ് പ്രൊക്ലമേഷൻ ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഓഫ് ദ റിവോൾട്ട് വാസ് ദ അബോളിഷൻ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ ഒരു വിളംബരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്തായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിൽ നിരോധിക്കുന്നു അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിക്കുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആരാണ്? EH സ്റ്റാൻലി ആണ് നമ്മുടെ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. EH സ്റ്റാൻലി. അഡ്മിനിസ്ട്രേഷൻ പവർ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ട്രാൻസ്ഫേർഡ് ടു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ പവർ ആരിലേക്ക് കൈമാറപ്പെടുന്നു? നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയിലേക്ക് കൈമാറ്റപ്പെടുന്നു. അപ്പോൾ അത് ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആരാണ്? EH സ്റ്റാൻലി. ഇനി ഏറ്റവും കൂടുതൽ കാലം ലോങ്സ്റ്റ് സെർവിംഗ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരാണ്? ജോർജ് ഹാമിൽട്ടൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം 1858 ക്യൂൻസ് പ്രൊക്ലമേഷനോടുകൂടി ഇന്ത്യയിൽ അവസാനിപ്പിക്കുന്നു. അത് അധികാരം ആരിലേക്ക് കൈമാറുന്നു? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയിലേക്ക് കൈമാറുന്നു. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? EH സ്റ്റാൻലി. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് സേവനമനുഷ്ഠിച്ചത് ജോർജ് ഹാമിൽട്ടൺ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 1857 റിവോൾട്ടിനെ പറ്റി അറിയേണ്ടത്. ഈ 2 ക്ലാസ്സും കൂടെ ആയപ്പോൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 1857 റിവോൾട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ ബുക്സുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ബുക്കും ആരെഴുതിയതാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഓരോരുത്തരും പറഞ്ഞത് നമ്മുടെ 1857 റിവോൾട്ടിനെ കുറിച്ച് ചരിത്രകാരന്മാരുടെ അഭിപ്രായം കൂടെ അത് ഓർത്തിരിക്കുക. അത് ഓരോ അഭിപ്രായവും ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഝാൻസി റാണിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. മണികർണിക എന്നാണ് യഥാർത്ഥ പേര്. എ ബ്രൈറ്റ് സ്പോട്ട് അഗൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നവംബർ 19 ജന്മദിനം എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെയും ജന്മദിനം അന്ന് തന്നെയാണ്. പിന്നെ നമ്മുടെ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്.
നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ദോന്തു പന്ത് എന്താണ്? അതുപോലെ 1857 റിവോൾട്ടിലെ ആദ്യ രക്തസാക്ഷിയായിരുന്നു ചോദിച്ചാൽ മംഗൾ പാണ്ഡെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയായിരുന്നു ചോദിച്ചാൽ അത് പ്രീതിലത വടേക്കറാണ്. എന്നാൽ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. റിവോൾട്ട് ഓഫ് 1857 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 പാർട്ടും കാണാനായിട്ട് നോക്കുക. ആദ്യത്തെ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് ഒന്ന് സെറ്റാക്കി നോക്കുക. ഓക്കെ ആണല്ലോ. ആദ്യത്തെ പ്രാവശ്യം സ്പീഡ് കുറച്ച് കാണുക, പിന്നെ നിങ്ങൾക്ക് 2x ഇട്ട് സ്പീഡ് കൂട്ടി കേൾക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും ക്ലാസ് ഇടുമ്പോൾ തന്നെ അപ്പോഴപ്പോഴാണ് കാണാനായിട്ട് നോക്കുക. പെൻഡിങ് ആയാൽ ഒരു ബേർഡൻ ആയിട്ട് തോന്നും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയായിരിക്കും. ഇപ്പോൾ ജനറൽ പാർട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഫാക്കൽറ്റീസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ HSAക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ പാർട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.